തങ്കം ഇതൊന്ന് നോക്കി. സിത്താര മാഡത്തിന്റെ കൂടെ നിൽക്കുന്നത് തങ്കം തന്നെയല്ലേ? ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണെന്ന് തങ്കം എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിത് കൃഷ്ണയെ കാണിക്കും. ഇത്രയും കാലം എന്റെ അച്ഛൻ ആരാന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ഈ ഫോട്ടോയിലുള്ളതാണോ എന്റെ അച്ഛൻ? അതെ, രഹസ്യമായിട്ടൊരു വിവരം കിട്ടി. നമ്മുടെ ആ കരിക്ക് കച്ചവടം നടത്തുന്ന സുധീറില്ലേ, അവൻ പറഞ്ഞതാ സുന്ദരി സിറ്റിയിലുണ്ടെന്ന്. ഇപ്പൊ പുറപ്പെടുകയാണെങ്കിൽ ചെന്ന് അവളെ കൈയോടെ പിടിക്കുകയും ചെയ്യാം, അവളെ നിന്ന് കാശും വാങ്ങിക്കാം. ഗോപാലമ്മ, ഇപ്പൊ അമ്മയോട് പറഞ്ഞാല് അമ്മ സമ്മതിക്കുമെന്നറിയില്ല. സമ്മതിപ്പിക്കണം. അമ്മയോട് ചോദിച്ച അനുവാദം വാങ്ങി കവലയിൽ വന്ന് നിന്നാ മതി. ഞങ്ങൾ അവിടെ നിന്ന് കൂട്ടിക്കോളാം. വേഗം ചെല്ലി. അല്ല, അമ്മ എന്തിനാ മാമനോട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞില്ലല്ലോ? അതെ, ഞാൻ മോളുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചു. തങ്കത്തിനത് പിടിച്ചില്ല, അത്രേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴും അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. ചോദിച്ചത് തെറ്റായി പോയെന്ന് എനിക്കും തോന്നി. അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, എന്നിട്ട് അമ്മയെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പാടുണ്ടോ? ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളതാ. എന്റെ വായിന്ന് അറിയാതെ വീണുപോയതാ മോളെ, അത് തങ്കം ക്ഷമിച്ചോളും. എനിക്കൊന്ന് തിരിച്ചു പോണമേ, അവരെ കാണണം. വേണ്ട, അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്ക് വയ്യ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടിപ്പെടയാ. ഞാൻ വിടില്ല നിന്നെ. അങ്ങനെ പറഞ്ഞ എങ്ങനെയമ്മേ? അമ്മ എത്ര കാലം കിടന്ന് കഷ്ടപ്പെട്ട കാശാ ആ സുന്ദരി കൊണ്ടുപോയത്? അമ്മയുടെ ചികിത്സക്കുള്ള കാശല്ലേ? ആ കാശ് കിട്ടി ചികിത്സിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങ് ചത്തുപോകും, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ നീ ആ സിറ്റിയിലേക്ക് പോയാ നിനക്കെന്തേലും പറ്റും. അതുകൊണ്ടാ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അമ്മേ, അങ്ങോട്ടേക്ക് ചെന്നാലുണ്ടല്ലോ ആളുകളെയൊക്കെ കൂട്ടിയിട്ട് പണം വാങ്ങിച്ചു കൊടുക്കാന്ന് ആ കുട്ടി വാക്ക് പറഞ്ഞിരിക്കുക. അതുകൊണ്ടല്ലേ അവള് പോകാന്ന് വാശി പിടിക്കുന്നേ. ഒരു തവണത്തേക്ക് ഒന്ന് വിടമ്മേ, പിന്നെ അവള് പോവൂല. അതെ, ഇക്കാര്യത്തിന് അമ്മ സമ്മതിച്ചില്ലെങ്കില് പിന്നെ ഞാൻ ഒരു കാര്യത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അമ്മ എന്റെ കല്യാണക്കാര്യം പറഞ്ഞാ പോലും ഞാൻ സമ്മതിക്കില്ല. എന്നോട് വാശി കാണിക്കുന്നത് എന്തിന്? തട്ടിക്കൊണ്ടുപോയതും കാട്ടിൽ കൊണ്ടിട്ടതുമൊക്കെ എനിക്കങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? അമ്മേ, അത് ആള് മാറിപ്പോയതല്ലേ. അമ്മ ഒരു തവണ, ഒരു ഒറ്റ തവണ ഇത് കഴിഞ്ഞാ സുന്ദരിയുടെ കാര്യം അമ്മയുടെ അടുത്ത് പറയേയില്ല. ശരി, പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണം. ആ പിന്നെ ഒരു പ്രത്യേക കാര്യം, ആ ഗോപാലനുമായിട്ട് ഒരു കൂട്ടും വേണ്ട. എന്നെ ഒരുപാട് സഹായിച്ച ആളല്ലേ അമ്മേ. അതിന്റെ നന്ദി കാണിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. അയാളൊരു നുണയനാ. സ്വന്തം പെങ്ങളോട് ദുബായിലാണെന്ന് കള്ളം പറഞ്ഞ് നടക്കുന്നവനല്ലേ. അപ്പൊ പിന്നെ ആരോടാ കള്ളം പറയാൻ മടിക്കാത്തത്? അയാൾ എന്തു പറഞ്ഞാലും അതെന്റെ മോള് വിശ്വസിക്കരുത്. ശരി, ഗോപാലമാമ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പോയിട്ട് വരാമേ. തങ്കം, ഉണ്ണിമായെ, നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നീ പോയിട്ട് വാടി. നീ നോക്കുന്നത് പോലെ അമ്മ ഞാൻ നോക്കിക്കോളാം. ശരി. ഈ അറബിമാർക്ക് വേറൊരു കാര്യമുണ്ട്, സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്നേഹിച്ചങ്ങ് കൊല്ലും. എന്തിനാണ് ഗോപാലൻ നീ നാട്ടിൽ പോണ? ഇവിടെ അങ്ങ് സ്ഥിരമാക്കി കൂടെ? എത്ര നാളായിട്ട് അത് ചോദിക്കുന്നത് അറിയൂ. നമുക്ക് ഈ നാട് വിട്ട് കളിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഗൾഫിലുള്ള പലരും ഉണ്ട്, പക്ഷേ അറബിയായിട്ട് ഇത്രയും അടുപ്പമുള്ളത് ഗോപാലട്ടൻ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഓരോരോ തലവര, അല്ലാതെന്താ. ആ സുനന്ദൻ, ഗോപാലന്റെ ആരോഗ്യമൊക്കെ നോക്കണം കേട്ടോ. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ ഇത്തവണ ക്ഷീണമുണ്ട്. അവിടെ ഭയങ്കര ചൂടല്ലേ?
അതിനാളിയും ഫുൾ ടൈം എ സിയിലല്ലേ ഇരിക്കുന്നേ. പിന്നെ ചൂടായാലെന്താ തണുപ്പായാലെന്താ. ആ അറബി അവിടെ നിൽക്കാൻ പറയുന്ന കാര്യമൊക്കെ ഗോപാലൻ പറഞ്ഞു. അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുപ്പിച്ച് കളയല്ലേ സുനന്ദേ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞാൻ പറയാം ചേച്ചി, ഗോപാലേട്ടന് നിങ്ങളെയൊക്കെ ജീവനല്ലേ. അപ്പൊ പിന്നെ ഗോപാലേട്ടൻ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ല. കളിയാ എയർപോർട്ടിലെത്താൻ വൈകും. അപ്പോ അടുത്ത വരവിന് കാണാം. രാധാശ, സ്പ്രേയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ, അടുത്തവിടെ കൊണ്ടുവരാം. രാജേഷ്, കുപ്പിയല്ലേ? ഉറപ്പ്. എന്താ ചേച്ചി ഇത്? ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു മടങ്ങുമ്പോ ചേച്ചിയുടെ കാര്യത്തിൽ മനസ്സിൽ നിന്ന് മായാൻ എത്ര ദിവസം എടുക്കുമെന്ന് അറിയാവോ? ആ പിന്നെ എല്ലാം കല്ലി വല്ലി. അതെന്താ? അത് ഗോപാലേട്ടന്റെ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞാലേ അപ്പൊ അറബി കയറി വരും. ഈ കല്ലി വല്ലി എന്ന് പറഞ്ഞാലേ അതങ്ങ് പോട്ടേന്നാ ഗീതേച്ചി. അതെ അതെ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ.